സുജേട്ടാ നമസ്കാരം. നമസ്കാരം. മറ്റൊരു സംസ്ഥാനത്ത് കൂടി ബി ജെ പി ഭരണത്തിലേറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ജാർഖണ്ഡിലാണ് ബി ജെ പി ഭരണത്തിലേറാൻ പോകുന്നത്. പക്ഷേ അട്ടിമറിയിലൂടെയാണ് അവിടെ ഭരണത്തിൽ കയറാൻ പോകുന്നതെന്നാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത്. കാരണം ഈ അവിടെയുള്ള ഭരണാധികാരിക്ക് ഇ ഡി കേസുണ്ടെന്നും ആ ഇ ഡി കേസ് നരേന്ദ്രമോദി മുറുക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ മാധ്യമം, ഞാൻ ഈ കർണാടക തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വാക്ക് കേൾക്കുന്നത്, കുതിരക്കച്ചവടം. ഈ കുതിരക്കച്ചവടമാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ ഹേമന്ത് സോറനും ഭാര്യയും ബി ജെ പിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, ബി ജെ പി നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പൊ ബി ചേട്ടൻ ഈ നാഷണൽ പൊളിറ്റിക്സ് എല്ലാം അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ഇ ഡിയുടെ കേസൊക്കെ കാണിച്ച് വിരട്ടി ഭരണം പിടിക്കാനൊക്കെ സാധിക്കും? എനിക്ക് വളരെ ഡൗട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ ബി ജെ പിയിലോട്ട് അടുപ്പിച്ച് ലാവലിൻ എന്തോരം കേസുണ്ട് പിണറായി വിജയന്. കരിമണൽ കർത്തയുടെ കേസ്, മോളുടെ കേസ്, മോന്റെ കേസ്, അച്ഛന്റെ കേസ്, മരുമോന്റെ കേസ്, എന്തോരം കേസുണ്ട്. വോട്ട് ജോലി കൊണ്ടുവരുമ്പോഴും എനിക്കുള്ള ഡൗട്ടാണ്. കേരളത്തിൽ 10 സീറ്റ് പിടിക്കുന്നില്ല. 10 സീറ്റ് പിടിച്ചാൽ മതി വോട്ട് ജോലി വഴി, നമുക്ക് സന്തോഷമായി. അതും പിടിക്കുന്നില്ല. ബാക്കി എല്ലായിടത്തും ഈ സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ കേരളം മാത്രം ബിൽറ്റ് ഡിഫറെന്റ് എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ജാർഖണ്ഡിൽ നടക്കുന്നത്? ശരിക്കും ധനുഷ പറഞ്ഞ നല്ലൊരു പോയിന്റാണ്. ഞാനിപ്പോഴാണ് അതിനെ കുറിച്ച് ആലോചിച്ചത്. ഇത്രയും കേസ് സ്റ്റാലിനുണ്ട്, ഇത്രയും കേസ് തന്നെ പിണറായിക്കും ഉണ്ട്. എന്നാൽ പിന്നെ ബി ജെ പിക്ക് എപ്പോഴും ഇവരെയും കൂടെ കൂട്ടുപിടിച്ച് ഭരിക്കായിരുന്നു. പോട്ടെ, സി പി എം വരത്തില്ലെന്ന് വെക്കാം, സ്റ്റാലിന് വരാമല്ലോ. സ്റ്റാലിനും ബി ജെ പി ആയിട്ട് ഒരുപാട് വർഷം ഭരിച്ചിട്ടുള്ളതാണ്. പിന്നെ അത് തന്നെയല്ല, സ്റ്റാലിന്റെ വീട്ടിലെ കൊച്ചു പിള്ളേരുടെ 28-ന് പോലും കേന്ദ്രമന്ത്രിമാര് വരാറുണ്ട്. ഇപ്പം മോദി അമിത്ഷായൊക്കെ ബർത്ത്ഡേക്ക് വരുന്നു, ചരമദിനത്തിന് വരുന്നു, ഭയങ്കര പരിപാടി. അങ്ങനെയുള്ളിടത്തല്ലേ വളരെ എളുപ്പം. ഞാൻ ഇപ്പോഴതിനെ കുറിച്ച് ചിന്തിച്ചു. കൊള്ളാം, നല്ല പോയിന്റ് ഇരിക്കെ. അപ്പം ഇവരിപ്പോ ജാർഖണ്ഡിൽ ഭരണം മാറും എന്നാൽ, കാരണം നമ്മൾ ജാർഖണ്ഡിന്റെ പൊളിറ്റിക്കൽ ലൈൻ പരിശോധിച്ചു കഴിഞ്ഞാല്, ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഭരണമാറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും തിരിഞ്ഞും വരുന്ന ഒരു പുത്തരിയൊന്നും അല്ല അവിടെ. അപ്പോ അവിടെ മാറുന്നതിന് ഇവർ പറയുന്ന കാര്യം, ഹേമന്ത് സോറൻ, അതായത് ഇപ്പോൾ ഉള്ള നമ്മുടെ ഹേമന്ത് സോറൻ, ഷിബു സോറനാണ് പിതാവ്. വലിയ അഴിമതിക്കാരനാണ്, ഖനി കൊള്ളയൊക്കെ നടത്തിയത്. അപ്പം ഇദ്ദേഹത്തിനൊരു പത്മഭൂഷൺ അവാർഡ് വേണം എന്നുള്ളതാണ് ഹേമന്ത് സോറന്റെയും ഏറ്റവും വലിയ അഭിലാഷം. അപ്പൊ അത് സംഘടിപ്പിച്ചെടുക്കുക. പിന്നെ ഇദ്ദേഹം കുറച്ചുനാൾ ജയിലിൽ കിടന്നിരുന്നു, ഇ ഡി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നു. അന്നേരം ഇദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറനായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ കൽപ്പനയും പോയിട്ടുണ്ട് ഡൽഹിക്ക്. അത് രണ്ടാമത്തെ കാര്യം. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ, അതായത് ബി ജെ പി അനുകൂലമായി എഴുതുന്ന ചില മാധ്യമങ്ങൾ പറഞ്ഞു അതൊന്നും അല്ല അതിന്റെ കാര്യം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിന് ബീഹാറുമായി ചേർന്ന് കിടക്കുന്ന ഇതിന്റെ അതിർത്തിയാണ് വളരെ രസകരം. ബീഹാർ, യു പി, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഇതൊക്കെയാണ് ഇതിന്റെ അതിർത്തി പ്രദേശങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ബീഹാറിൽ ഇവർ സീറ്റ് ചോദിച്ചു. അത് ന്യായമുള്ളൊരു കാര്യമാണ്. കാരണം ബീഹാറിലെ ആർ ജെ ഡിയും കോൺഗ്രസും അവിടെയുള്ള പാർട്ടികൾക്കെല്ലാം ഷിബു സോറൻ സീറ്റും കൊടുത്തിട്ടുണ്ട്, തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് പക്ഷെ ഇവർ തിരിച്ചു ചോദിച്ചു സീറ്റ്. ഒരു 16 സീറ്റ് ചോദിച്ചു, ഒരു സീറ്റും കൊടുത്തില്ല ഈ കോൺഗ്രസും ലാലുവിന്റെ ടീമും കൂടെ. അപ്പം അതിലുള്ള കലിപ്പിലാണ് ഇപ്പം മുന്നണി വിടാൻ, അതായത് പിന്നെ എന്താണ് ഇന്ത്യ മുന്നണി വിടാനായിട്ട് ഹേമന്ത് സോറൻ തീരുമാനിച്ചത് എന്നാണ് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ ഈ രണ്ട് വാർത്തകളും വാർത്തയായി തന്നെ നിൽക്കട്ടെ, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ മൂവ്മെന്റ് ജാർഖണ്ഡിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം മാറിയത് എന്നാണ് നമ്മളുടെ ഒരു അനാലിസിസിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അതിന് കാരണം, ജാർഖണ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെസ്റ്റ് ബംഗാളുമായിട്ടും ബീഹാറുമായിട്ടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഒപ്പം ഈ ജാർഖണ്ഡ് ഒരു ട്രൈബ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ഏറ്റവും കൂടുതലുള്ള ജനസംഖ്യ ഗോത്രവർഗ വിഭാഗങ്ങളാണ്, ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ വിഭാഗം സന്താൽ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. 36% സന്താൽ വിഭാഗം. ഹോം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഒപ്പം തന്നെ അവിടെയുള്ള ഓറാമൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, മുണ്ട എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 4 ഗോത്രവർഗ വിഭാഗങ്ങൾ വലിയ മെജോറിറ്റിയാണ്, വലിയ നിർണായകമാണ്. അപ്പൊ ഇവിടെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിൽ നിന്നും മറ്റും കുടിയേറുന്ന റോഹിംഗ്യകളടക്കം ഈ ജാർഖണ്ഡിന്റെ വിവിധ ഇടങ്ങളിൽ എത്തുകയും അവിടെയുള്ള ഈ ആദിവാസി പെൺകുട്ടികളെ വലവീശി പിടിച്ച് വിവാഹം കഴിച്ച് ഭൂമി സ്വന്തമാക്കുകയും ചെയ്യുന്ന ഒരു വലിയ മാഫിയ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ അമ്പ ചെയ്തുകൊണ്ട് ഈ വരുന്ന മിഷണറി പ്രവർത്തനം നടത്തുന്നത്, അതായത് നമ്മുടെ ഈ ടീം ഉണ്ടല്ലോ, ഇവാഞ്ചലിസ്റ്റുകൾ, മതപരിവർത്തനം, ഇവരൊക്കെ അവിടെ ഇവർ തുരത്തി ഓടിക്കുന്നുണ്ട് ഈ ഗോത്രവർഗ്ഗങ്ങൾ. പക്ഷെ ഇവര് വലിയ കടന്നുകയറ്റമാണ്. മുമ്പ് അത് കോൺഗ്രസ് സർക്കാരാണ് ഇതിനു വേണ്ടി സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ കടന്നു കയറി.
ഈ നിയമസഭാ ഇലക്ഷന് മുമ്പ് ABVP നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അവിടെ പ്രക്ഷോഭം നടന്നിട്ട് അവര് ഈ കോളേജ് ഹോസ്റ്റലൊന്നും ഈ ജാർഖണ്ഡിലുള്ള കുട്ടികൾക്ക് വേക്കൻസി ഇല്ല, സ്ഥലമില്ല കിടക്കാൻ. അത് നോക്കുമ്പോ എന്താണ്, ഇത് മുഴുവൻ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ്. കുട്ടിയാണോ വലിയവരാണോ എന്ന് അറിയില്ല, വന്നിട്ട് ഈ റൂം എല്ലാം ഫുള്ളാക്കി അവരവിടെ താമസിക്കുകയാണ്. അപ്പൊ വലിയ രീതിയിലുള്ള കുടിയേറ്റം ഈ ബംഗ്ലാദേശിൽ നടന്നിട്ടുണ്ട്. അവരാണ് ഈ ജാർഖണ്ഡിലുള്ളത്. അപ്പൊ അവരായിരുന്നു അവിടെ ഈ ഹേമന്ത് സോറന്റെയും നമ്മുടെ ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെയും ഒക്കെ പിന്തുണക്കാർ. അവരുടെ പിന്തുണയിലായിരുന്നു ജയിച്ചു കയറിയത്. ഇത്തവണ അവിടുത്തെ ഒരു മുസ്ലിം പാർട്ടിയുണ്ട്, അവർ ഇത്തവണ കൂടുതൽ സീറ്റും ആവശ്യപ്പെട്ടു ഇവന്മാരോട് തന്നേക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. 14% മുസ്ലിംസ് ഇവിടെ ഈ ജാർഖണ്ഡിൽ. അപ്പൊ വളരെ പെട്ടെന്നാണ് ഈ ജനസംഖ്യ അവിടെ കൂടിയത്. അപ്പോ ഇപ്പൊ ഇനി ആ കളി നടക്കില്ല. കാരണം SIR അവിടെ നടപ്പാക്കാൻ പോവുകയാണ്. SIR നടപ്പാക്കുമ്പോൾ ഹേമന്ത് സോറന് ഈ ഗോത്രവർഗ്ഗങ്ങളുടെ നേതാവാണ്, പുള്ളിയും ഒരു ഗോത്രവർഗ്ഗക്കാരനാണ്, ഗോത്രവർഗ്ഗങ്ങളുടെ നേതാവാണ് ഹേമന്ത് സോറൻ. പക്ഷെ ഇപ്പോഴും ആ പിന്തുണ അദ്ദേഹത്തിനില്ല. കാരണം ഈ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിലേക്ക് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഈ പറയുന്ന മതപരിവർത്തന ലോബിയും കടന്നു കയറിയതോടുകൂടി അവർക്കിടയിലുള്ള വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തെ പറ്റി നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് ഹേമന്ത് സോറൻ. അപ്പോഴാണ് ഒരു ഉർവശി ശാപം ഉപകാരം എന്ന രീതിയിൽ SIR നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. SIR നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും ഹേമന്ത് സോറന് വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടും. കാരണം ഈ കുടിയേറ്റക്കാരായിട്ടുള്ള മുസ്ലിംസിനെ കംപ്ലീറ്റ് അടിച്ച് പുറത്ത് കളയും. കാരണം ഈ റോഹിംഗ്യ അടക്കം ഇവരവിടുത്തെ പെൺകുട്ടികളെ മറ്റും വിവാഹം കഴിച്ചിട്ട് ഇവരുടെ ഭൂമിയൊക്കെ സ്വന്തമാക്കി ഇവിടുത്തെ വലിയ ജന്മിയായിട്ട് കിടക്കുക. ഇതെല്ലാം അടിച്ച് പുറത്താക്കുന്നതോടെ ആ തലവേദന ഒഴിഞ്ഞു കിട്ടി. കാരണം മുമ്പ് ഇവരെ പിണക്കി കഴിഞ്ഞാൽ വോട്ട് പോകുമോ എന്നുള്ള ഒരു ഭയമായിരുന്നെങ്കിൽ ഇന്നിനിപ്പോ വോട്ട് പോകുന്നുള്ള ഭയം വേണ്ട. കാരണം അവർ ഓൾറെഡി തന്നെ ഈ രാജ്യത്തിന് പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ BJP-യുമായിട്ട് കൈ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ടെൻഷനും ഇല്ല. കാരണം ഇനി അവിടെയുള്ള വോട്ടർമാരായാലും കാര്യമായാലും ഒക്കെ അത് ജാർഖണ്ഡ് സ്വദേശികളാണ്, ജാർഖണ്ഡ് നിവാസികളാണ്. അവരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് അല്ലായിരുന്നല്ലോ ഇതിനു മുമ്പ് വരെ നടന്നിരുന്നത്. ഈ കടന്നു കയറുന്ന മുസ്ലിംസിന്റെ ഈ റോഹിംഗ്യകൾ അടക്കമുള്ളവരുടെ വോട്ടായിരുന്നു. അതിപ്പോ പുറത്തേക്ക് പോവുകയാണ്. ഏതാണ്ട് 5.5 ലക്ഷത്തോളം പേര് പുറത്തേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 11 ലക്ഷം പേരായിരുന്നു ബീഹാറിൽ. ഇതിന്റെ അത് എങ്ങനെ ഇവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിൽ കയറും, ബംഗാളിന്റെ ബോർഡറാണ് ഈ ജാർഖണ്ഡ്, പിന്നെ ജാർഖണ്ഡിലോട്ട് കയറും. അങ്ങനെ ഈ ഗോത്രവർഗ്ഗ മേഖലയിലൊക്കെ ഇവർ പിടിമുറുക്കാൻ വലിയ രീതിയിൽ ആരംഭിച്ചിരുന്നു. ഇവരും തുടങ്ങി, മറ്റവരും തുടങ്ങിയിരുന്നു. അപ്പൊ അതിനെതിരെ ഗോത്രവർഗ്ഗങ്ങൾ വലിയ പ്രതിഷേധത്തിലുമായിരുന്നു. ഇപ്പോഴാ പ്രശ്നങ്ങളെല്ലാം തീരെ SIR വരുന്നതോടി ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹേമന്ത് സോറൻ കൈകൊടുക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ എല്ലാവരും പറയുന്നു ED കേസ് വന്നു കഴിഞ്ഞാൽ ഹേമന്ത് സോറനെ രക്ഷപ്പെടുത്താണ്. ഒരു രക്ഷപ്പെടുത്തലുമില്ല. കാരണം ആ കൽപ്പന സോറൻ ആയിരിക്കും അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ജാർഖണ്ഡിന്റെ അടുത്ത മുഖ്യമന്ത്രി. കാരണം അവിടെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളതുമാണ്. അപ്പൊ അതിന് വലിയ ഒരു വാല്യൂ ഇല്ല. ഇപ്പൊ നിലവിലത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ ഒരു കക്ഷി നില കൂടെ നോക്കും. കക്ഷി നില നോക്കുമ്പോഴായിരിക്കും ഈ കോൺഗ്രസ് RJDയും കൂടെ ചേർന്ന് ബീഹാറിൽ എങ്ങനെയാണ് ഈ ഹേമന്ത് സോറനെ തേച്ചിട്ട് പോയെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ JM-ന്, അതായത് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്നത് ഹേമന്ത് സോറന്റെ പാർട്ടിക്ക് 34 സീറ്റുണ്ട് ജാർഖണ്ഡിൽ, ഭരണകക്ഷിയാണ്. കോൺഗ്രസിന് 16 സീറ്റും, RJD ലല്ലു പ്രസാദ് യാദവിന്റെ പാർട്ടിക്ക് 4 സീറ്റും ഉണ്ട്. ഇടത് പാർട്ടികൾക്ക് 2 സീറ്റും ഉണ്ട്. ഇത്രയും സീറ്റ് കൊടുത്ത് മാന്യമായിട്ടാണ് അയാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെമാരെ കൊണ്ടുനടന്നത്. പക്ഷെ ബീഹാറിലേക്ക് സീറ്റ് ചോദിച്ചപ്പോൾ JM-ന് ഒരു 16 സീറ്റ് ചോദിച്ചു. 16 ഇല്ലെങ്കിൽ ഒരു 8 കൊടുക്കാമായിരുന്നു. ഒരു സീറ്റും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് മാന്യതയുള്ള ഒരു പാർട്ടി ആ മുന്നണി തുടരുമോ? ഇല്ല. ഇനിയിപ്പോ ഈ മുന്നണിയിൽ നിന്ന് ഹേമന്ത് സോറൻ പോയാലും പേടിക്കാനില്ല. കാരണം ഇപ്പുറത്ത് സ്ട്രോങ് ആണ്. BJP-ക്ക് 21. BJP കണ്ടുപിടിക്കണം ഈ ജാർഖണ്ഡിൽ. കാരണം BJP അവിടെ ഒന്നാം കക്ഷിയാണ്. അവർക്ക് 21 സീറ്റ് ഉണ്ട്. അവരവിടെ സീറ്റ് കൊടുത്തത് ഈ പറഞ്ഞ LJP, രാംവിലാസ് പാസ്വാന്റെ LJP, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ ചിരാഗ് പാസ്വാൻ ആവശ്യപ്പെട്ടു ഒരു സീറ്റ് അവർക്ക് കൊടുത്തു. AJSU അത് അവിടെ ഉള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഒരു സീറ്റ് കൊടുത്തു. JDU, നിതീഷ് കുമാറിന്റെ JDU, അവർക്ക് ഒരു സീറ്റ് കൊടുത്തു. ഈ BJP-യുടെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് അവരുടെ കൂടുതലുള്ള ഘടകകക്ഷികളുടെ വലിയ വലിപ്പമൊന്നും അവർ നോക്കത്തില്ല. ഉള്ളവർക്കൊക്കെ സീറ്റ് കൊടുത്ത് കൊണ്ടു നടക്കാൻ അവർക്ക് ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഘടകകക്ഷികൾക്ക് സേഫ് പ്ലേസ് ആണ് NDA. അതുകൊണ്ടാണ് NDAയിൽ എത്തുന്ന ഘടകകക്ഷികളൊന്നും പിരിഞ്ഞു പോകുന്നത്. അതല്ലാതെ അവർക്ക് അവരാരും പേടിപ്പിച്ച് നിർത്തുന്നതല്ല. നമുക്കറിയാം കേരളത്തിൽ തന്നെ കൊച്ചു കൊച്ചു ഒരുപാട് പാർട്ടികളുണ്ട് ഈ NDAയുടെ കൂടെ, കേരള ഘടകത്തിന്റെ കൂടെ. അവർക്കൊക്കെ അവർ മാന്യമായ സ്ഥാനം, ഒന്നുമില്ലെങ്കിൽ ഒരു സീറ്റ് ഇരിപ്പിടമെങ്കിലും അവരുടെ മീറ്റിങ്ങുകൾ അവർ കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ജാർഖണ്ഡിലടക്കം ഇങ്ങനെയുള്ള ബീഹാറിലൊക്കെ ഉള്ള അവരുടെ ഘടകകക്ഷികൾ അവർ ഇവിടെ ആവശ്യം, കാരണം ഇവർക്ക് ലിങ്ക് ഉണ്ട്. കാരണം രണ്ടിടത്തും ഒരുമിച്ചാണ് ഇതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ചോദിച്ചപ്പോൾ അവർക്ക് സീറ്റ് കൊടുത്തു. പക്ഷെ ഇപ്പുറത്ത് അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഞാൻ കാണുന്ന ഒരു പ്രധാന വിഷയം. കോൺഗ്രസ് അവരുടെ ഘടകകക്ഷികളെ കൂടെ നിർത്താനായിട്ട് മാന്യമായ ഒരു സ്ഥാനം ഘടകകക്ഷികൾക്ക് കൊടുക്കാത്തതിന്റെ ഒരു വലിയ പ്രശ്നം ഈ ഇന്ത്യ മുന്നണി അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിനകത്ത് ആരാണ് വലിയവൻ എന്നുള്ളതിന്റെ ഒരു പ്രശ്നമാണ് അവർക്കുള്ളത്. വലിയവൻ ആരാണ്, വലിയവൻ പറയുന്നത് കേൾക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതാണ് ഈ ഒരു നിലപാട്. അപ്പൊ ആ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പ്രത്യക്ഷ കാരണം, പ്രത്യക്ഷ കാരണം അതല്ല, പരോക്ഷ കാരണം ഇതാണ് ഈ SIR നടപ്പാക്കുന്നത്. SIR നടപ്പാക്കുമ്പോൾ ഹേമന്ത് സോറനെ ഇത്രയും കാലം അലട്ടിക്കൊണ്ടിരുന്നൊരു വലിയ തലവേദന പോകുന്നു.
അതോടുകൂടി ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്നു. ഇനിയുള്ള കാലം ബി ജെ പിയോട് നിൽക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വികസനമാണ് ഇപ്പോൾ രാജ്യത്ത് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സംസ്ഥാനത്ത് എന്ത് വികസനമുണ്ടെന്നാണ്. കാരണം അതിന്റെ തൊട്ടപ്പുറത്ത് ബീഹാർ, യു പി എല്ലാം ഇങ്ങനെ വികസനത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വികസനം വേണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ഒത്തുപോകുന്ന ഒരു നയമായിട്ട് മുമ്പോട്ട് പോകേണ്ടി വരും. അതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹേമന്ത് സോറൻ മറുകണ്ഠം ചാടുന്നത്. അപ്പോൾ ചോദിക്കും, ഇവിടെ ഇടതുപക്ഷമില്ല. ഇടതുപക്ഷമൊക്കെ ന്യൂട്രലിൽ പോയി കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ PM ശ്രീയും ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാലിനെയാണ് ഇതിനകത്ത് ഞാൻ കണ്ടിരിക്കുന്നത് ബുദ്ധിമാനായ ഒരു ഭരണാധികാരി, രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം നഖശിഖാന്തം മോദിയെ എതിർക്കുമ്പോഴും കേന്ദ്ര പദ്ധതികളൊക്കെ ഭംഗിയായിട്ട് നടപ്പാക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. അതുകൊണ്ടാണ് ഈ സ്റ്റാലിനോടും പിണറായിയോടും ഒക്കെ മോദിക്കുണ്ടാകുന്ന ഒരു പ്രത്യേക വാത്സല്യം, സ്നേഹവും ഒക്കെ. എനിക്ക് തോന്നുന്നു മോദിയോട് രഹസ്യമായി ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആരെയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു മടിയും കൂടാതെ പറയും, പിണറായി വിജയനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന്. കാരണം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഒപ്പിടുന്ന ഒരു ഉത്തരവ്, ആ ഒപ്പിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലായിടത്തും നോക്കൂ, നടപ്പാക്കുന്നുണ്ട്. പക്ഷെ അത് ജനം അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർ നടപ്പാക്കില്ല എന്ന് പറയുന്ന കാര്യത്തിൽ നോട്ട് ചെയ്ത് വെക്കണം ജനം. കാരണം ഇത് നടപ്പാക്കി കഴിഞ്ഞിട്ടാണ് ഇവന്മാർ നടപ്പാക്കില്ലെന്ന് പറയുന്നത്. PM ശ്രീ പുറത്തു വരുന്നത് ഫണ്ട് മേടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് തന്നെ PM ശ്രീ ഒപ്പിട്ടിട്ടുണ്ടെന്നുള്ള വിവരം തന്നെ. അങ്ങനെ പല അഭ്യാസങ്ങളും കാണിക്കും. പിന്നെ അത് രാഷ്ട്രീയമല്ലേ, അത് അതിനകത്തൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ കാണണ്ട. അപ്പം ഇങ്ങനെയാണ് ഇത് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ജാർഖണ്ഡിൽ അങ്ങനെയല്ല സ്ഥിതി. ജാർഖണ്ഡിൽ കൂടെ കോൺഗ്രസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ആ ഒരു ബെൽറ്റ് പൂർണ്ണമായി തന്നെ, കാരണം പിന്നുള്ളത് ഒഡീഷ, അത് BJP ആണ് ഭരിക്കുന്നത്. UP BJP ആണ് ഭരിക്കുന്നത്. ബീഹാർ BJP ആണ് ഭരിക്കുന്നത്. ജാർഖണ്ഡ് കൂടി BJP ആണ് ഭരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ മമതാ ബാനർജി ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളാണ്. അതാണ് മമതാ ബാനർജി ഭയപ്പെടുത്തുന്നത്. മമതാ ബാനർജി ഭയപ്പെടുത്തുന്നത് അതാണ്. കാരണം ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം BJP ഭരിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ അവിടെ നിന്നുള്ള ഒരു പിന്തുണ വെസ്റ്റ് ബംഗാളിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ബംഗാളികൾക്കുണ്ടാകും. ആ പിന്തുണ ഈ കുച്ച് ബീഹാറൊക്കെ അവർ പിടിച്ചത് അങ്ങനെയായിരുന്നു. അത് ഈ ബോർഡറിൽ കിടക്കുന്ന അവിടെ നിന്ന് അപ്പുറത്തു നിന്നുള്ള നേതാക്കന്മാരുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളും കൊണ്ടാണ് കുച്ച് ബീഹാറൊക്കെ കാവ്യമയമായി മാറിയത്. മുമ്പ് ഇടതുപക്ഷ കോട്ടയായിരുന്നു, പിന്നീട് തൃണമൂൽ കോട്ടയായി. പിന്നീട് ഇപ്പോൾ അത് BJP ലൈനിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ തന്നെ. കുച്ച് ബീഹാറിലാണ് കഴിഞ്ഞ ദിവസം ബൂത്തിൽ തോക്കുമായിട്ട് വന്ന് വെടിവെച്ചതും വലിയ വിഷയങ്ങളൊക്കെ ആയത്. എനിക്കത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനത്തെ സംസ്ഥാനമാണ്. അപ്പൊ അത് വന്നു. അപ്പൊ ജാർഖണ്ഡിലൂടെ പോയി കഴിഞ്ഞാൽ മമതയ്ക്ക് ഭയം കൂടും. അതായത് മമതയെ നാലുപാടും വളഞ്ഞു എന്നുള്ളതാണ് എന്റെ അർത്ഥമാക്കേണ്ടത്. അതാണ് സിമ്പിൾ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, SIR അടുത്ത സംസ്ഥാനത്ത്, അതായത് ചുറ്റോട് കിടക്കുന്ന സംസ്ഥാനങ്ങളിലെ SIR നടപ്പാക്കിക്കൊണ്ട് ഈ അഴുക്കുകളെ മാലിന്യങ്ങളെല്ലാം പുറത്തു കളഞ്ഞിരിക്കും. ഈ അവസാനം അവശേഷിക്കുന്ന വെസ്റ്റ് ബംഗാൾ മാത്രം. അതായത് നാലുപാട് നോക്കൂ, വെസ്റ്റ് ബംഗാളിന്റെ അതിർത്തി അതാണ്. ആസാം BJP ആണ് ഭരിക്കുന്നത്. ത്രിപുര BJP ആണ് ഭരിക്കുന്നത്. ബീഹാർ BJP ആണ് ഭരിക്കുന്നത്. ഒഡീഷ BJP ആണ് ഭരിക്കുന്നത്. ഇപ്പോ ജാർഖണ്ഡ് കൂടി വരുന്നു. ജാർഖണ്ഡ് കൂടി വരികയാണെങ്കിൽ അതും BJP യിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ മമത അവിടെ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. ഇതാണ് അതിന്റെ പൊളിറ്റിക്സ്.